നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ വ്യാപക പ്രതിഷേധം നടക്കുന്നതിനിടെ പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ബിൽ നിയമമാക്കി വിജ്ഞാപനം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് കേന്ദ്രം പുറത്തിറക്കി. ബില്ലിനെതിരെ കോൺഗ്രസ് മജ്ലിസ് പാർട്ടി നേതാക്കൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ബില്ലിൽ ഒപ്പുവെക്കരുതെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡും മുസ്ലിം ലീഗും രാഷ്ട്രപതിയോട് അഭ്യർത്ഥിച്ചിരുന്നു. ബില്ലിനെതിരെ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലുമായിരുന്നു. ഇതിനിടയിലാണ് ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത്. മാസപ്പടി കേസിൽ SFIയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി CMRL വീണ്ടും ദില്ലി ഹൈക്കോടതിയിൽ. അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുമ്പാകെ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും കോടതി അനുവാദമില്ലാതെ തുടർ നടപടികളിൽ പാടില്ലെന്ന് ഉത്തരവ് ഇടപെടണമെന്നുമാണ് CMRLന്റെ ആവശ്യം. കോടതിയിലുള്ള വാക്കാലുള്ള നിർദ്ദേശം മറികടന്ന് അന്വേഷണ റിപ്പോർട്ടിൻ്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയ ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം വേണമെന്നും ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നുമാണ് ആവശ്യം. ഹർജി നാളെ ദില്ലി ഹൈക്കോടതി പരിഗണിക്കും. മുസ്ലിങ്ങൾക്ക് പിന്നാലെ BJP ഉന്നം വെക്കുന്ന ക്രൈസ്തവരെയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. മതങ്ങളെ തമ്മിലടിപ്പിച്ച് കേരളം ചിലർക്ക് സോഫ്റ്റ് ടാർഗറ്റ് സംസ്ഥാനമായി മാറ്റാനുള്ള ശ്രമം നടക്കുന്നുവെന്നും KC അഭിപ്രായപ്പെട്ടു. ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന സംരക്ഷണത്തിൻ്റെ കടക്കൽ കത്തിവെക്കുകയാണ് കേന്ദ്ര സർക്കാരെന്നും മുസ്ലിങ്ങൾക്ക് പിന്നാലെ BJP ഉന്നം വെക്കുന്നത് ക്രൈസ്തവരെയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മലപ്പുറം ജില്ലയ്ക്കെതിരായ വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ പരാതിയുമായി PDP എറണാകുളം ജില്ലാ പ്രസിഡന്റാണ് തൃക്കാക്കര SP-ക്കും തൃക്കാക്കര പോലീസിനും പരാതി നൽകിയത്. മലപ്പുറം പ്രത്യേകതരം ആളുകളുടെ രാജ്യമാണെന്നും പിന്നോക്കക്കാർക്ക് ഒന്നുമില്ലെന്നും ഈഴവർക്ക് സ്വതന്ത്രമായി വായു പോലും ശ്വസിക്കാനാവുന്നില്ലെന്നും പേടിയോടെയാണ് പിന്നോക്ക വിഭാഗക്കാർ ജീവിക്കുന്നതെന്നുമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ വിവാദ പ്രസ്താവന. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പരാമർശത്തിനെതിരെ പോലീസിൽ പരാതി നൽകി AIYF നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് എടക്കര പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിനെതിരെ വ്യാപക വിമർശനം നേരിടുന്ന സമയത്താണ് പരാതി. മലപ്പുറം ജില്ലയ്ക്കെതിരായ വിവാദ പരാമർശത്തിൽ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ ചോദ്യങ്ങളുമായി KT ജലീൽ MLA. മലപ്പുറം പ്രത്യേക രാജ്യം ചില പ്രത്യേക ആളുകളുടെ സംസ്ഥാനം എന്ന പ്രസ്താവന ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കാൻ ഏറെ സാധ്യതയുണ്ടെന്നും താങ്കൾക്ക് വല്ല ദുരനുഭവവും മലപ്പുറത്തുകാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നും മലപ്പുറത്തുകാരെങ്കിലും തങ്ങളെ പറ്റിച്ചിട്ടുണ്ടോ എന്നും ജലീൽ ചോദിക്കുന്നു. ഓന്തിനെ പോലെ നിറം മാറുന്ന വെള്ളാപ്പള്ളിയെപ്പറ്റി നന്നായി അറിയാമെന്നും മലപ്പുറത്തുകാർക്ക് വെള്ളാപ്പള്ളിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും മലപ്പുറത്തിൻ്റെ പാരമ്പര്യം പഠിപ്പിക്കേണ്ടതില്ലെന്നും മുസ്ലിം ലീഗ് നേതാവും MLAയുമായ PK ബഷീർ പറഞ്ഞു. മലപ്പുറത്തെക്കുറിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. RSS ക്രിസ്ത്യൻ വിഭാഗത്തെ ലക്ഷ്യമിടുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. വഖഫ് ബില്ലിലൂടെ മുസ്ലിങ്ങളെ ഉന്നമിട്ടവർ മറ്റ് മതങ്ങളിൽപ്പെട്ടവരെയും സമാനമായ രീതിയിൽ ഭാവിയിൽ ലക്ഷ്യമിടുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വഖഫിന് പിന്നാലെ RSSന്റെ ശ്രദ്ധ കത്തോലിക്ക സഭ ഭൂമിയിലേക്ക് തിരിയുന്നുവെന്ന ദി ടെലഗ്രാഫ് ലേഖനം പങ്കുവെച്ചുകൊണ്ട് Xലാണ് രാഹുൽ ഗാന്ധി RSSനെ വിമർശിച്ച് എഴുതിയത്. തൊട്ടു പിന്നാലെ വിവാദ ലേഖനം ഓർഗനൈസർ പിൻവലിച്ചു. ഏപ്രിൽ 3-നാണ് ഓർഗനൈസർ ലേഖനം പ്രസിദ്ധീകരിച്ചത്. സർക്കാർ കഴിഞ്ഞാൽ വഖഫ് ബോർഡിനല്ല, കൂടുതൽ ഭൂമി കത്തോലിക്ക സഭയ്ക്കാണെന്നാണ് ലേഖനത്തിൽ പറയുന്നത്. ED പരിശോധനയ്ക്കും ചോദ്യം ചെയ്യലിനും പിന്നാലെ പ്രതികരണവുമായി പ്രമുഖ വ്യവസായിയും നിർമ്മാതാവുമായ ഗോകുലം ഗോപാലൻ. ഇന്നലെ നടത്തിയ പരിശോധനയിൽ ED ഉദ്യോഗസ്ഥർ ക്രമക്കേടുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും അവർ ബ്ലസ് ചെയ്താണ് മടങ്ങിയതെന്നും ഗോകുലം ഗോപാലൻ പ്രതികരിച്ചു. എമ്പുരാൻ സിനിമയുമായി ഈ പരിശോധനയ്ക്ക് ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് എല്ലാം സ്വാഭാവികമായ പരിശോധന മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗോകുലം ഗ്രൂപ്പിലെ പരിശോധനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് ED. ഗോകുലം ഗ്രൂപ്പ് RBI ഫെമ ചട്ടങ്ങൾ ലംഘിച്ചതായി ED വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ഗോകുലം ചട്ടം ലംഘിച്ച് വിദേശ ഫണ്ട് സ്വീകരിച്ചു. 592.54 കോടി രൂപ
വിദേശ ഫണ്ട് സ്വീകരിച്ചതായി ED വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. 370.80 കോടി രൂപ പണമായും 220.74 കോടി രൂപ ചെക്കായുമാണ് സ്വീകരിച്ചിരിക്കുന്നത്. വിദേശത്തേക്ക് ചട്ടം ലംഘിച്ച് പണം കൈമാറുകയും ചെയ്തു. ഗോകുലം ഗ്രൂപ്പിൻ്റെ സ്ഥാപനങ്ങളിൽ കൂടുതൽ റെയ്ഡ് നടക്കുന്നതായും പിടിച്ചെടുത്ത രേഖകളിൽ പരിശോധന തുടരുന്നതായും ED അറിയിച്ചു. നടൻ പൃഥ്വിരാജിനോട് പ്രതിഫല തുകയിൽ വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പ്. മുൻപ് അഭിനയിച്ച സിനിമകളുടെ പ്രതിഫലം കാര്യത്തിലാണ് വ്യക്തത തേടിയത്. കഴിഞ്ഞ വർഷം ആദായ നികുതി വകുപ്പ് പൃഥ്വിരാജിൻ്റെ ഓഫീസുകളിലും വീട്ടിലും റെയ്ഡ് നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ നടപടി. ആദായ നികുതി അസസ്മെൻറ്റ് വിഭാഗമാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്. മധുരയിൽ പാർട്ടി കോൺഗ്രസ് വേദിയിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നവർ മുനമ്പത്ത് കുടിയിറക്ക ഭീഷണി നേരിടുന്നവരെ കണ്ടില്ലെന്ന് വി. മുരളീധരൻ. വോട്ട് ബാങ്ക് ഉന്നം വച്ച് ജനാധിപത്യത്തെ ബലികഴിപ്പിക്കുകയാണ് CPM, KCBCയും CBCയും മുന്നോട്ട് വെച്ച ആവശ്യങ്ങളോട് LDFും UDFും മുഖം തിരിച്ചുവെന്നും വി. മുരളീധരൻ പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനെ യൂദാസിനോട് ഉപമിച്ച് കേരളത്തിൽ നിന്നുള്ള ജോൺ ബ്രിട്ടാസ് MP. യൂദാസിനെ പോലെ 30 വെള്ളിക്കാശിന് ക്രൈസ്തവരെ ഒറ്റിക്കൊടുത്ത വിദ്വാനാണ് ജോർജ് കുര്യൻ എന്നും ഇദ്ദേഹമാണ് ഇപ്പോൾ ക്രൈസ്തവർക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴിക്കുന്നതെന്നുമായിരുന്നു ജോൺ ബ്രിട്ടാസ് MP കുറ്റപ്പെടുത്തിയത്. ആശാ സമരസമിതിയെ INTUCക്കെതിരെ പച്ചക്കള്ളം പറയുന്നുവെന്ന് INTUC സംസ്ഥാന അധ്യക്ഷൻ R. ചന്ദ്രശേഖരൻ. ഓണറ്റേറിയം വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞതാണെന്നും ആശമാരുടെ സമരത്തിന് നേതൃത്വം നൽകുന്നവർ ഒത്തുതീർപ്പ് മനസ്ഥിതിയില്ലാത്തവരാണെന്നും അദ്ദേഹം പറഞ്ഞു. ആശാ സമരപ്പന്തലിൽ പോകാത്തത് സമയക്കുറവ് കൊണ്ടാണെന്നും സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി അന്വേഷിക്കേണ്ട കാര്യം INTUCക്ക് ഇല്ലെന്നും R. ചന്ദ്രശേഖരൻ പറഞ്ഞു. എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്നും മാധ്യമങ്ങളെ പുറത്താക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായതിനെ പറ്റി ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പ്രതികരിക്കാൻ വിസമ്മതിച്ച സുരേഷ് ഗോപി പിന്നീട് മാധ്യമങ്ങളെ അവിടെ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. താൻ പുറത്തിറങ്ങുമ്പോൾ ഗസ്റ്റ് ഹൗസ് വളപ്പിൽ ഒരു മാധ്യമപ്രവർത്തകൻ പോലും ഉണ്ടാവരുതെന്ന് സുരേഷ് ഗോപി ഗൺമാൻ വഴി നിർദ്ദേശിച്ചതായി ഗസ്റ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കേരളത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ ഏറ്റവും ഉയർന്ന UV ഇൻഡെക്സ് രേഖപ്പെടുത്തിയ 14 ജില്ലകളിലുള്ള സ്റ്റേഷനുകളുടെ പട്ടിക പുറത്തുവിട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഓറഞ്ച് അലർട്ട് രേഖപ്പെടുത്തിയത് 10 ഇടങ്ങളിലാണ്. കൊട്ടാരക്കര, കോന്നി, ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, മുന്നാർ, കളമശ്ശേരി, ഒല്ലൂർ, തൃത്താല, പൊന്നാനി, മാനന്തവാടി എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് രേഖപ്പെടുത്തിയത്. രാഷ്ട്രീയ പാർട്ടി രൂപീകരണ സാധ്യത തള്ളാതെ താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചാനിയൽ. മുനമ്പം വിഷയത്തിൽ ഇടത് വലത് മുന്നണികൾ സമുദായ താൽപര്യം സംരക്ഷിച്ചില്ലെന്നും സമുദായത്തിൻ്റെ നിലപാട് വൈകിട്ട് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ പ്രഖ്യാപിക്കുമെന്നും ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചാനിയൽ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് ഗുണ്ടാ നേതാവ് പ്രതിയായ ലഹരി കേസിൽ മത്സരം രേഖപ്പെടുത്തിയതിൽ തിരുവല്ലം SIക്ക് ജാഗ്രതക്കുറവുണ്ടായെന്ന് അന്വേഷണ റിപ്പോർട്ട്. ഇതുപ്രകാരം SI തോമസിനെ സ്ഥലം മാറ്റും. SIക്കെതിരെ വകുപ്പ് തല അന്വേഷണവും ഉണ്ടാകും. എന്നാൽ SI ബോധപൂർവം പ്രതിയെ സഹായിച്ചിട്ടില്ലെന്നാണ് DCPയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.